നന്നായി ആഗിരണം ചെയ്യാനാവും വിധവും നൽകി ഉൽപാദനം പല ഇരട്ടിയാക്കുക എന്നതാണ് ഈ കൃഷിരീതിയുടെ അടിസ്ഥാന തത്വം. തമിഴ്നാട് പോലുള്ള പല സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൃഷിരീതി കേരളത്തിലും വേര് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പരമ്പരാഗത കൃഷിരീതി അനുവർത്തിച്ചിരുന്ന പലരും പ്രിസിഷൻ ഫാമിലേക്ക് ചുവടുമാറി തുടങ്ങിയിരിക്കുന്നു. കൊല്ലം പടിഞ്ഞാറെ കല്ലട പഞ്ചായത്തിലെ കാരാളിമുക്ക് സ്വദേശി ജി വിജയൻപിള്ള കാർഷിക മേഖലയിൽ സജീവമായിട്ട് 10 വർഷം പിന്നിടുന്നു. ലാണ് കൃത്യത കൃഷിയെക്കുറിച്ച് ഇദ്ദേഹം കേൾക്കുന്നതും അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുന്നതും. 2009 കേവലം കൗതുകമായി തുടങ്ങിയ കൃത്യത കൃഷി വിജയൻപിള്ളയെ സംബന്ധിച്ച് ഇന്ന് ഏറെ ആദായകരമായ ഒന്നായി മാറിയിരിക്കുന്നു. 1 ഹെക്ടർ ഭൂമിയിൽ തുറസായ കൃത്യത കൃഷി അഥവാ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ഇദ്ദേഹം ഇപ്പോൾ അനുവർത്തിക്കുന്നുണ്ട്. മണ്ണിനെയും വിളയെയും അറിയുക എന്നതാണ് കൃത്യത കൃഷിയുടെ അടിസ്ഥാനങ്ങളിലൊന്ന്. കൃത്യമായ മണ്ണു പരിശോധനയിലൂടെയും വിളയ്ക്ക് ശാസ്ത്രീയമായി ശുപാർശ ചെയ്യുന്ന പരിപാലനത്തെയും അടിസ്ഥാനമാക്കിയാണ് കൃഷി തുടങ്ങുക. സങ്കരവിത്തുകൾ നട്ടാൽ ഉൽപാദനക്ഷമത 10 മടങ്ങായതിനാൽ അവ ബമ്പർ വിളവ് തന്നെ തരും. നടീലകലം ഉൾപ്പെടെ എല്ലാം ശാസ്ത്രീയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്നു മാത്രം. ഇത് അർക്ക അനാമിക ഇനത്തിൽപ്പെട്ട വെണ്ടയാണ്. ഇതിന് വലിയ അസുഖങ്ങളൊന്നും വലുതായിട്ട് വരത്തില്ല, പുഴുക്കുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നല്ല നീളമുള്ള വെണ്ടയാണ്. നല്ല ഒരു 10-20 എണ്ണം വരുമ്പോഴത്തേന് ഏതാണ്ട് ഒരു 1 കിലോ കിട്ടത്തക്ക നല്ല നീളമുള്ള വെണ്ടയാണ്. പിന്നെ വെണ്ടയുടെ 3 ദിവസത്തിൽ ഒരിക്കൽ വെണ്ട എടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് മുറ്റിപ്പോവും. അതുകൊണ്ട് 3 ദിവസത്തിലൊരിക്കൽ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം തന്നെ ഒരു 10-80 കിലോ ഇതുവരെ പറിച്ചു. 10-20 ദിവസം ആയതേ ഉള്ളൂ പറിപ്പ് തുടങ്ങിയിട്ട്. കീടങ്ങളുടെ വലിയ അറ്റാക്കുകളൊന്നുമില്ല. ഇതിന് ഞാൻ ജൈവ കീടനാശിനികളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വിവേറിയ, വെർട്ടിസീലിയം അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേപ്പെണ്ണയുടെ മിശ്രിതമാക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കിട്ടുന്നുണ്ട്. വെണ്ട, വഴുതന, പാവൽ, പടവലം, പയർ, അമര, ബീൻസ് തുടങ്ങി വ്യത്യസ്തമായ പലയിനം വിളകളുടെ സങ്കര ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറികൾ നട്ട തടങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് പുതയിട്ടിരിക്കുന്നു. ഇതിലൂടെ 2 ഗുണം. വെള്ളം വെയിലേറ്റ് മണ്ണിൽ നിന്ന് ആവിയായി നഷ്ടപ്പെടുന്നത് തടയാം, കളവളർച്ച ഇല്ലാതാക്കാം. വിളകൾക്ക് വേണ്ട വെള്ളത്തിൻ്റെ തോത് കൃത്യമായി മനസ്സിലാക്കി തുള്ളി നനയിലൂടെ വെള്ളം വേരുപടലത്തിനടുത്തു തന്നെ എത്തിക്കുന്നു. ഇതിലൂടെ വെള്ളത്തിൻ്റെ അളവ് പകുതിയിലേറെ കുറയ്ക്കാൻ സാധിക്കും. കൃത്യത കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത്. ഫെർട്ടിഗേഷൻ യൂണിറ്റ് എന്ന് പറയും. ഇതിൽ കൂടി കൃത്യമായിട്ട് അളവിൽ വെള്ളവും വളവും എല്ലാ ചെടികളിലും ട്രിപ്പ് ഇറിഗേഷനായിട്ട് എത്തും. ആദ്യമായിട്ട് അത് വെള്ളം കുറച്ച് നേരം ഒരു അരമണിക്കൂർ കയറ്റി വിട്ടിട്ട് വളം കലക്കി അതിനകത്ത് ഈ ചെറിയ ട്യൂബ് എടുത്തിട്ട് കഴിഞ്ഞാൽ വളവും കൂടെ ഇതിനകത്ത് കയറി പകുക്കുള്ളൂ. അത് 1000 ചെടിക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ 1000 ചെടിക്ക് ഒരേ അളവിൽ വെള്ളവും വളവും ലഭിക്കും. കൃത്യത കൃഷിയിൽ വളപ്രയോഗത്തിനും കൃത്യതയുണ്ട്. മണ്ണിലെ പോഷക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യുന്ന വളമാണ് നൽകുന്നത്. ഇത് നനയ്ക്കുന്ന വെള്ളത്തിലൂടെ തന്നെ വിളകളുടെ ചുവട്ടിലെത്തിക്കും. ദ്രവരാസവളങ്ങളാണ് ഇങ്ങനെ നൽകുന്നത്. ഇവ 4 ദിവസത്തിലൊരിക്കൽ വീതം നനയ്ക്കൊപ്പം ചുവട്ടിലെത്തിക്കും. 1 ഹെക്ടറിലേക്ക് 10 കിലോ വളം മതിയാകും. വിളകളെ 3 വളർച്ചാ ദിശകളിലുള്ളവയായി വിഭജിക്കുന്നു. പൂക്കുന്നതിന് മുമ്പുള്ളവ, പൂത്തവ, കായ്ച്ചവ. ഇതിനനുസരണമായി വളത്തിൻ്റെ തോതിൽ മാറ്റം വരുത്തുന്നു. ഫെർട്ടിഗേഷന് മാത്രം നമ്മൾ വെള്ളത്തിൽ ലയിക്കുന്ന ഇതാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഒരു 2 ഏക്കർ സ്ഥലത്തേക്ക് ഏതാണ്ട് 10 കിലോ
വളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് ഏതാണ്ട് 10,000-15,000 ലിറ്റർ വെള്ളത്തിൽ ലയിച്ച് വരുന്നതുകൊണ്ട് ഒരിക്കലും വെള്ളത്തിൻ്റെ ഈ വളത്തിൻ്റെ അളവ് കൂടത്തില്ല. സാധാരണ നമ്മൾ പിന്നെ ചാണകവും ചാമ്പലും ഒക്കെ ഇട്ട് കൊടുക്കുന്ന അതേ എഫക്റ്റിൽ ചെടിക്ക് വലിച്ചെടുക്കാനും കഴിയും. തുല്യ അളവിൽ എല്ലാത്തിനും കിട്ടുന്നതുകൊണ്ട് ഒരേ വളർച്ച, ഒരേ പ്രൊഡക്ഷൻ, ഒരേ രീതിയിലുള്ള കായ്കൾ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ കൃഷിയുടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു 15 സെൻറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു 1.25 ടണ്ണ് വെണ്ട കിട്ടിയിട്ടുണ്ട്. ഒരു 20-25 സെൻറ്റിൽ നിന്ന് 2 ടണ്ണിൽ കൂടുതൽ പിന്നെ മുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളം കൃത്യമായി വേരുപടലത്തിനടുത്ത് എത്തുന്നതിനാൽ വെള്ളത്തിലൂടെ താഴേക്ക് അരിച്ചു നഷ്ടപ്പെടാതെ ഏറെക്കുറെ മുഴുവനായി വിളകൾക്ക് വലിച്ചെടുക്കുവാനാവും. വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന ജൈവ വളർച്ചാ ഉത്തേജകങ്ങളും ഈ വിധം വിളകൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, പഞ്ചഗവ്യം എന്നിവയൊക്കെ ഇത്തരത്തിൽ പ്രയോഗിക്കുന്നു. ഇതൊരു 18 പയറുണ്ടെങ്കിൽ 1 കിലോ തികയും. ഇത് പിന്നെ ജൈവ രീതിയിലാണ് ഞാനിത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് പ്രീതി ഇനത്തിലുള്ള പാവലാണ്. VFCKയുടെ അരി ഉപയോഗിച്ചാണ് ഇത് നട്ടിട്ടുള്ളത്. ഇത് ഒരു പാവയ്ക്ക 400 ഗ്രാം, ഒരു 2-3 പാവയ്ക്ക ഉണ്ടെങ്കിൽ 1 കിലോ വെയിറ്റ് കിട്ടും. ഇതെല്ലാം പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ സാധാരണ വിളവിൻ്റെ 10 ഇരട്ടി. ഇപ്പോൾ ഒരു ഏക്കർ സ്ഥലത്തു നിന്ന് 10 കിലോ കിട്ടുകയാണെങ്കിൽ ഇതൊരു 40 കിലോ 45 കിലോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ജൈവ രീതിയാണ് ഇതാണ് ജൈവ രീതിയിലുള്ള മരുന്നുകളെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള. രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല. രാസകീടനാശിനികളെ വിജയൻ പിള്ള പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ജീവാണുവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാണ് കീടരോഗങ്ങളെ അകറ്റുന്നത്. സ്യൂഡോമോണസ്, വെർട്ടിസീലിയം, ബവേറിയ, ട്രൈക്കോഡെർമ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നു. വേപ്പെണ്ണ എമൽഷൻ പോലുള്ള സസ്യജന്യ കീടനാശിനികളും. ഫെറമോൺ കെണികൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്നുമുണ്ട്. പ്ലാസ്റ്റിക് പുത വേരിലൂടെയുള്ള രോഗബാധ കുറയ്ക്കുന്നു. ഇവിടെ പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഇവിടെ ഇപ്പം പച്ചമുളക്, പാവൽ, പടവലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്യുന്നതുകൊണ്ട് കളകൾ വളർന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ജലനഷ്ടം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വില നമുക്ക് ഈ കള പറിക്കുന്നതിനുള്ള കൂലി ചെലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് ജലനഷ്ടവും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഉപയോഗിക്കാം, പിന്നെ അടുത്ത വർഷങ്ങൾ തുടർന്ന് ഇത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. കേരളത്തിൽ കൃഷി ചെയ്യുന്നതിലേറെയും വേനൽക്കാല പച്ചക്കറികളാണ്. മഴക്കാലത്ത് ഇവയുടെ ഉൽപ്പാദനം ഇടിയുന്ന പ്രവണതയുണ്ട്. ഇത് മറികടക്കാൻ മഴമറയിലെ പച്ചക്കറി കൃഷിയും വിജയൻപിള്ള അനുവർത്തിക്കുന്നു. 3 സെന്റ് സ്ഥലത്തുണ്ടാക്കിയ മഴമറയിൽ തക്കാളിയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. കൂടാതെ സീസൺ അനുസരിച്ച് കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ശീതകാല പച്ചക്കറികൾ പോലും ഇതിനുള്ളിൽ വളർത്തുന്നു. ഇതിനുള്ളിലും തുള്ളി നനയും നനയ്ക്കൊപ്പമുള്ള വളപ്രയോഗവുമാണ് അനുവർത്തിക്കുന്നത്. കൂടാതെ ആവിനന അഥവാ മിസ്റ്റ് ഇറിഗേഷൻ ഉപയോഗിച്ച് അന്തരീക്ഷ ഈർപ്പം ക്രമീകരിക്കുന്നു. മികച്ച വിളവാണ് മഴമറയ്ക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. കീടരോഗാക്രമണം വളരെ കുറവാണെന്നതാണ് മറ്റൊരു നേട്ടം. മഴമറയ്ക്കുള്ളിൽ പച്ചക്കറി തൈകളും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് VFCKയുടെ കൃത്യത കൃഷിക്ക് ഉപയോഗിക്കുന്ന നഴ്സറിയാണ്. ഈ നഴ്സറിയിൽ ഈ 98 ക്യാവിറ്റി ട്രേയ്ക്കകത്ത് മണ്ണും വളവും ചകിരിച്ചോറും എല്ലാം കൂടെ നിറച്ചിട്ട് ഓരോ ട്രേയിലും ഓരോ ഗ്യാപ്പിലും അരിയിടുക. ഇതിനകത്ത് 98 അരിയിടുക. ഇങ്ങനെ 40,000 തൈ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഇത് ഇട്ടിട്ട് നിരത്തി വെച്ചിട്ട് മിസ്റ്റ് വഴിയാണ് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇതൊരു ഓരോത്തിൻ്റെ 45-30 ഡിഗ്രി പിന്നെ
ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വളർച്ചയനുസരിച്ച് ഓരോന്നും എടുത്ത് നടാം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നിന്ന് എടുക്കുമ്പോൾ വേര് പൊട്ടത്തില്ല. വേര് പൊട്ടാതെ അതിൻ്റെ കൂടെ തന്നെ വളവും ഇതെല്ലാം കൂടെ കിട്ടി നടുമ്പോൾ വാടിപ്പോകത്തതുമില്ല. അതാണ് ഇതിൻ്റെ. അതേപോലെ തന്നെ ഒരേ രീതിയിൽ കിളിച്ച് ഒരേ രീതിയിൽ വളർന്ന് കിട്ടുകയും ചെയ്യും. സാധാരണ കൃഷിയേക്കാൾ 4 മുതൽ 5 ഇരട്ടി വിളവ് ഈ രീതിയിൽ ലഭിക്കും. വിളകൾക്കെല്ലാം ഒരേ സമയത്ത് ഒരേ അളവിൽ വെള്ളവും വളവുമൊക്കെ നൽകുന്നതിനാൽ ഒരുമിച്ച് തന്നെ അവ വിളവെടുപ്പ് പാകമാകുന്നു. വിളവും സമാനമായിരിക്കും. പച്ചക്കറികൾ കാഴ്ചയിൽ ഏറെ ആകർഷകമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രശ്നമേയല്ല. VFPCKയുടെ സ്വാശ്രയ വിപണി വഴിയും ഹരിത സ്റ്റാളുകൾ വഴിയും കൃഷിയിടത്തിൽ നിന്ന് നേരിട്ടും പച്ചക്കറി വിൽപ്പന നടത്തുന്നുണ്ട്. പടിഞ്ഞാറെ കല്ലട പഞ്ചായത്തിലെ എന്നല്ല, ശാസ്താംകോട്ട ബ്ലോക്കിലെ തന്നെ പ്രമുഖ കർഷകരിൽ ഒരാളാണ് ശ്രീ വിജയൻ പിള്ള. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം സ്വന്തം കൃഷിയിടത്തിൽ ഉദ്ദേശം 5 ഏക്കറോളം സ്ഥലത്ത് വാഴ, പച്ചക്കറി മുതലായവ കൃഷി ചെയ്യുന്നു. ഒപ്പം തന്നെ പശു വളർത്തലും അദ്ദേഹം മുഖ്യമായി ചെയ്യുന്നുണ്ട്. സ്വന്തം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം അനവധി കാര്യങ്ങൾ സ്വന്തം കൃഷിയിടത്തിൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലീഡ്സ് കർഷക ഗ്രൂപ്പിൻ്റെ നേതാവെന്ന നിലയിലും നമ്മുടെ ആത്മാ പദ്ധതികളിലെ കമ്മിറ്റിയിലെ അംഗമെന്ന രീതിയിലും ബ്ലോക്ക് തലത്തിൽ കർഷകരുടെ കൂട്ടായ്മകളിൽ വന്ന് സ്വന്തം അനുഭവങ്ങൾ സ്വന്തമായി പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങൾ മറ്റു കർഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും വളരെ താല്പര്യം പ്രകടിപ്പിച്ച് കാണുന്നു. ഇത് മറ്റു കർഷകർക്ക് മാതൃകയാണ്. കൃത്യത കൃഷിക്ക് പുറമെ പരമ്പരാഗതമായി ചെയ്തു വന്ന പശുപരിപാലനം വിജയൻപിള്ള തുടരുന്നുണ്ട്. 8 പശുക്കളെ വീടിനടുത്തുള്ള തൊഴുത്തിൽ വളർത്തുന്നു. തീറ്റപ്പുല്ലും ചോളവും 1.5 ഏക്കറിൽ വളർത്തി കന്നുകാലികൾക്ക് നൽകുന്നുണ്ട്. ഇതിലൂടെ കാലിത്തീറ്റയുടെ അളവ് കുറയ്ക്കാനാവുന്നു. ഉൽപാദനത്തിലും പാലിന്റെ ഗുണമേന്മയിലും കുറവുണ്ടാവുന്നുമില്ല. വീട്ടിൽ നിന്ന് തന്നെ പാൽ വിപണനം ചെയ്യാനാവുന്നുണ്ട്. ഭാര്യ ശോഭയാണ് കാർഷിക സബരിയയിലും വിജയൻപിള്ളയുടെ ഉറ്റ പങ്കാളി. ഇവരുടെ കൃഷിയിൽ ഇനി അനിശ്ചിതത്വങ്ങൾക്ക് സ്ഥാനമില്ല. ഭക്ഷ്യോൽപാദനമെന്ന സർവപ്രധാനമായ കർമ്മത്തിൽ കൃത്യത തന്നെയാണ് വിജയമന്ത്രം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴി വളർത്തൽ ലെയർ ബ്രോയിലർ ഇൻ്റഗ്രേഷൻ രീതി. വീടുകളിൽ ജൈവ മാലിന്യങ്ങൾ വളമാക്കാൻ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം. വിശദമായ വാർത്തകളിലേക്ക്. മുട്ടക്കോഴി, ഇറച്ചിക്കോഴി എന്നിവ വളർത്തുന്നതിൽ പൗൾട്രി കോർപ്പറേഷൻ ലെയർ ബ്രോയിലർ ഇൻ്റഗ്രേഷൻ രീതി നടപ്പിലാക്കി വരുന്നു. കോഴികളെ വളർത്താൻ സൗകര്യവും കൂടും കർഷകർ തയ്യാറാക്കിയാൽ കോഴിക്കുഞ്ഞുങ്ങളും തീറ്റയും മരുന്നും അനുബന്ധ ഉപകരണങ്ങളും പൗൾട്രി കോർപ്പറേഷൻ നൽകും. മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 45-ാം ദിവസവും ഇറച്ചിക്കോഴികളെ 42-ാം ദിവസവും തിരിച്ചെടുക്കും. മുട്ടക്കോഴി ഒന്നിന് 7 രൂപയും ഇറച്ചിക്കോഴി കിലോയ്ക്ക് 6 രൂപയും വളർത്തുകൂലിയായി കർഷകന് നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9656001735. ജൈവ മാലിന്യങ്ങൾ വിഘടിപ്പിച്ച് വളമാക്കാൻ കഴിവുള്ള സൂക്ഷ്മാണു കൂട്ടായ്മയാണ് കമ്പോസ്റ്റിംഗ് ഇനോക്കുലം. വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മീനാകുമാരിയും സംഘവുമാണ് സൂക്ഷ്മാണു കൂട്ടായ്മ തയ്യാറാക്കിയത്. ചെടിച്ചട്ടികളിൽ ജൈവ മാലിന്യം നിറച്ച് കമ്പോസ്റ്റിംഗ് ഇനോക്കുലത്തിന്റെ സഹായത്തോടെ 40 മുതൽ 45 ദിവസം കൊണ്ട് ജൈവവളമാക്കി മാറ്റാം. വലിപ്പമുള്ള ചെടിച്ചട്ടികളുടെ സുഷിരങ്ങൾ അടച്ച് അതിൽ 1 ഇഞ്ച് കനത്തിൽ ചകിരിയോ ചകിരിച്ചോറോ വിരിക്കുക. ഇതിലേക്ക് അന്നുള്ള വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ ഇടാം. ഇതിനു മീതെ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം വിതരണം. 1 കിലോ മാലിന്യത്തിന് 5 മുതൽ 10 ഗ്രാം വരെ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഉപയോഗിക്കാവുന്നതാണ്. ചെടിച്ചട്ടി നിറയുന്നത് വരെ ഇപ്രകാരം ചെയ്യുക. കൂടുതൽ ഈർപ്പം പാടില്ല. നിറഞ്ഞ ചട്ടികളിലെ മാലിന്യങ്ങൾ 40 മുതൽ 45 ദിവസം കൊണ്ട് വളമായി മാറും. 4-5 ചട്ടികൾ ഉപയോഗിച്ച് ഒരു വീട്ടിലെ ജൈവ മാലിന്യം സംസ്കരിക്കാം. കമ്പോസ്റ്റിംഗ് ഇനോക്കുലത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട വിലാസവും ഫോൺ നമ്പറും. സൂക്ഷ്മാണു സാങ്കേതിക വിദ്യാ കേന്ദ്രം, മൈക്രോബയോളജി വിഭാഗം, കാർഷിക കോളേജ്, വെള്ളായണി, തിരുവനന്തപുരം. ഫോൺ നമ്പർ 8289945595. വീട്ടുവളപ്പിലും പൊതുസ്ഥലങ്ങളിലും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുവാൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കും. കൂടാതെ കുടുംബ കൃഷി വ്യാപനത്തിന് സാമ്പത്തിക സഹായവും ഉൽപാദനോപാധികളും ലഭ്യമാക്കും. ഇതിനായി കാർഷിക സർവകലാശാലയുടെ പിന്തുണ തേടും. കാർഷിക സർവകലാശാലയുടെ തൃശൂർ കമ്മ്യൂണിക്കേഷൻ സെന്റർ നടത്തുന്ന കൂൺ വിത്തുൽപാദന പരിശീലനത്തിൽ പങ്കെടുക്കാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9645420575. പുതിയ ഡയറി ഫാം സംരംഭകർക്കായി 4 ദിവസത്തെ ക്ഷീരകർഷക പരിശീലനം തൃശൂർ രാമവർമ്മപുരം മെൽമ പരിശീലന കേന്ദ്രം സംഘടിപ്പിക്കുന്നു. അടുത്ത ബാച്ച് ഓഗസ്റ്റ് 25 മുതൽ 28 വരെയാണ്. താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് 16 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ബന്ധപ്പെടേണ്ട വിലാസവും ഫോൺ നമ്പറും. പ്രിൻസിപ്പൽ KCMMF ലിമിറ്റഡ്, ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം, തൃശൂർ. ഫോൺ നമ്പർ 0487-269-5869. വെറ്റിനറി സർവകലാശാല 24 മണിക്കൂറും മൃഗചികിത്സാ സേവനം ലഭ്യമാക്കാനായി വിവര സാങ്കേതിക വിദ്യ അനുവർത്തിച്ചുകൊണ്ടുള്ള വെറ്റ് കണക്ട് പദ്ധതി നടപ്പാക്കുന്നു. ആശുപത്രി സോഫ്റ്റ്വെയർ കോൾ സെന്ററുകൾ, കസ്റ്റമർ മാനേജ്മെന്റ്, വെറ്റ് കണക്ട് സെന്ററുകൾ, ആംബുലൻസ്, ഉപഭോക്തൃ വിവര സാങ്കേതിക പോർട്ടൽ, വെറ്റിപീഡിയ, രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരൽ എന്നിവ ഇതിന്റെ ഭാഗമായി പ്രാവർത്തികമാക്കും. പദ്ധതി 2014 സെപ്റ്റംബർ മാസത്തോടെ പ്രവർത്തനം ആരംഭിക്കും. ഫിഷറീസ് വകുപ്പിന്റെ ജലകൃഷി വികസന ഏജൻസിയുടെ വർക്കല ഓടയം ഹാച്ചറിയിൽ മാക്രോ ബ്രാക്കിയം ഇനം ആറ്റുകൊഞ്ചു കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. രോഗനിർണയ പരിശോധന കഴിഞ്ഞ കുഞ്ഞിന് 60 പൈസയാണ് വില. ശുദ്ധ ജലാശയങ്ങളിൽ ലാഭകരമായി വളർത്താൻ പറ്റുന്ന ആറ്റുകൊഞ്ചാണ് മാക്രോ ബ്രാക്കിയം. ഹാച്ചറിയുമായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447900128. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ ക്വിൻ്റലിന് 15,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 16,580 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 15,700, കൊപ്ര കൊച്ചി 10,800 രൂപ, കൊപ്ര കോഴിക്കോട് 11,100 രൂപ, കൊപ്ര തൃശൂർ 10,520 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 75,000 രൂപ, ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000 രൂപ, മഞ്ഞൾ ഈറോഡ് 7,200 രൂപ, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ.
കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ, RSS 4 ഗ്രേഡ് 13,850 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,300, റബ്ബർ RSS 4 ഗ്രേഡ് 13,850 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 15,700, കൊപ്ര 10,800 രൂപ, പിണ്ണാക്ക് എക്സ്പെലർ 2,300, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 72,000, കുരുമുളക് ഗാർബിൾഡ് 75,000 രൂപ, ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 450 മുതൽ 480 വരെ. ജാതിപത്രി 750 മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 900 മുതൽ 1,020 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 13,200, റബ്ബർ RSS 4 ഗ്രേഡ് 13,850, ഒട്ടുപാൽ 8,700, ലാറ്റക്സ് 9,800 രൂപ. കമ്പോള അവലോകനം. രൂപയുടെ മൂല്യം കുറഞ്ഞത് സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് നേട്ടമാകുമെന്ന് കയറ്റുമതിക്കാർ. ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് $13,200. അതേസമയം സൗദി അറേബ്യ മലബാർ കുരുമുളകിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ ആശങ്കയോടെയാണ് വിപണി വീക്ഷിക്കുന്നത്. മഴ മൂലം തായ്ലൻഡിൽ റബ്ബർ ടാപ്പിംഗ് തടസ്സപ്പെട്ടത് രാജ്യാന്തര വിപണിയിൽ ഷീറ്റ് വില ഉയർത്തി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളത്തിലും റബ്ബർ വെട്ട് മന്ദഗതിയിലാണ്. മുഖ്യ വിപണികളിൽ ടയർ കമ്പനിക്കാർ താൽപര്യം കാണിച്ചു. മാസാരംഭ ഡിമാൻഡിനെ ഉറ്റുനോക്കിയാണ് വെളിച്ചെണ്ണ. വാങ്ങൽ താൽപര്യം മുൻനിർത്തി മില്ലുകാർ എണ്ണയ്ക്ക് ഉയർന്ന വില ആവശ്യപ്പെട്ടത് കൊപ്രയും നേട്ടമാക്കി. കൊച്ചി, കോഴിക്കോട്, തൃശൂർ വിപണികളിൽ മികവോടെയാണ് നാളികേര ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം അവസാനിച്ചത്. ഏലക്ക വില വീണ്ടും ഉയർന്നു. കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ ഇടപാടുകാരും നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ പിടിമുറുക്കിയതോടെ മികച്ച ഇനം കിലോയ്ക്ക് 1,010 രൂപയായും ശരാശരി ഇനങ്ങൾ 769 രൂപയിലും ലേലം കൊണ്ടു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2, 23.3. കൊച്ചി 31.2, 25.6. ആലപ്പുഴ 31.3, 25.5. പുനലൂർ 32, 22. തിരുവനന്തപുരം 31.2, 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.